ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം തൃതീയോധ്യായം. ഇതിലെ 9ാമത്തെ ശ്ലോകം വരെ എടുത്തു. 10ാമത്തെ ശ്ലോകം തുടങ്ങി നമുക്ക് ഇന്നത്തെ ക്ലാസ് നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കാം. എല്ലാവരും കൂടെ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ദ്വിതീയ സ്കന്ധേ അഥ തൃതീയോധ്യായഃ. ശ്രീശുക ഉവാച. ഏവമേതന്നിഗദിതം പൃഷ്ടവാൻ യത് ഭവാൻ മമ നൃണാം യന്മ്രിയമാണാനാം മനുഷ്യേഷു മനീഷിണാം ബ്രഹ്മവർച്ചസകാമസ്തു യജേത ബ്രഹ്മണസ്പതിം ഇന്ദ്രമിന്ദ്രിയകാമസ്തു പ്രജാകാമപ്രജാപതീൻ ദേവീം മായാം തു ശ്രീകാമസ്തേജസ്കാമോ വിഭാവസൻ വസുകാമോ വസൂൻ രുദ്രാൻ വീര്യകാമോऽഥ വീര്യവാൻ അന്നാദ്യകാമസ്ത്വദിതിം സ്വർഗകാമോദിതിസ്ദിതേ സുതാൻ വിശ്വാൻ ദേവാൻ രാജ്യകാമാസാധ്യാൻ സംസാധകോ വിശാം ആയുഷ്കാമോശ്വിനൗ ദേവൗ പുഷ്ടികാമ ഇളാം യജേൽ പ്രതിഷ്ഠാകാമപുരുഷോ രോദസീ ലോകമാതരൗ രൂപാഭികാമോ ഗന്ധർവാൻ സ്ത്രീകാമോപ്സര ഉർവശീം ആധിപത്യകാമഃ സർവേഷാം യജേത പരമേഷ്ഠിനം യജ്ഞം യജേൽയശസ്കാമഃ കോശകാമപ്രചേതസം വിദ്യാകാമസ്തു ഗിരിശം ദാമ്പത്യാർത്ഥ ഉമാം സതീം ധർമാർത്ഥ ഉത്തമശ്ലോകം തന്തും തൻവൻ പിതॄൻ യജേത് രക്ഷാകാമഃ പുണ്യജനാനാം ഓജസ്കാമോ മരുദ്ഗണാൻ രാജ്യകാമോ മനൂൻ ദേവാൻ നിരൃതിം ത്വഭിചരൻ യജേത് കാമകാമോ യജേത് സോമം അകാമഃ പുരുഷം പരം. ഇതുവരെയാണ് എടുത്തിട്ടുള്ളത്. അടുത്തത് 10ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. അകാമഃ സർവകാമോ വാ മോക്ഷകാമ ഉദാരധീ തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പരം. നുടി ചൊല്ലാം. അകാമഃ സർവകാമോ വാ മോക്ഷകാമ ഉദാരധീ തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പരം. ഇതിനകത്ത് പറയുന്ന അകാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊന്നും കാമിക്കാത്തവനായാലും, സർവകാമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാമങ്ങളും ഉള്ളവനായാലും യാതൊരുവിധ കാമങ്ങൾ ഇല്ലാത്തവനായും ഉള്ള ആൾക്കാരും, രണ്ട് തരത്തിലുള്ള പേരായാലും, ഇനി അഥവാ മോക്ഷകാമ മോക്ഷത്തെ ആഗ്രഹിക്കുന്ന ആളാണോ വിചാരിക്കുക, അങ്ങനെയുള്ളവരായാലും അവർ എല്ലാവരും ഉദാരമതികളായിട്ട്, ഉദാരമതികളായിട്ട് നിർലോഭമായിട്ട് എന്തിനെ ഉപാസിക്കണം? തീവ്രേണ ഭക്തിയോഗേന, വളരെ തീവ്രമായിട്ടുള്ള ഭക്തിയോഗം കൊണ്ട്, നിഷ്കർഷയോടെ അങ്ങനെയുള്ള ഭക്തിയോഗം കൊണ്ട് ആ പരമപുരുഷനായിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാനെ, എല്ലാറ്റിനും അതീതനായിരിക്കുന്ന സർവേശ്വരനായിരിക്കുന്ന ആ ഭഗവാനെ യജേത ഉപാസിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അകാമഃ അതിലത്തെ പദങ്ങൾ യാതൊന്നും കാമിക്കാത്തവനായാലും, സർവകാമഃ എല്ലാ കാമങ്ങളും ഉള്ളവനായാലും, അഥവാ മോക്ഷകാമഃ വാ മോക്ഷത്തെ കാക്ഷിക്കുന്നവനായാലും അവൻ ഉദാരധീഹി ഉദാരമതിയായിട്ട്, അതായത് നിർലോഭം, യാതൊരുവിധം പിശുക്കും കൂടാതെ എന്ത് ചെയ്യണം? ഈ 3 തരത്തിലുള്ളവരായാലും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉപാസന, അവർക്കെല്ലാം ഉത്തമമായിരിക്കുന്ന ഉപാസനയാണ് ഈ പറയുന്നത്. അവരെല്ലാം വളരെ ഉദാരധീ ആയിട്ട്, തീവ്രേണ, ഉദാരധീ എന്ന് പറഞ്ഞാൽ ഉദാരമതിയായിട്ട്, തീവ്രേണ നിഷ്കാമ ആയിട്ടുള്ള, നിഷ്കർഷയോട് കൂടിയിട്ടുള്ള, തീവ്രേണ നിഷ്കർഷയോട് കൂടിയിട്ടുള്ള ഭക്തിയോഗേന ഭക്തിയോഗം കൊണ്ട് പരം പുരുഷം എല്ലാറ്റിനും അതീതനായിരിക്കുന്ന സർവേശ്വരനെ, അതായത് ശ്രീകൃഷ്ണ ഭഗവാനെ യജേത ഉപാസിക്കണം എന്നർത്ഥം. ഒന്നുകൂടി പറയാം. അകാമഃ യാതൊന്നും കാമിക്കാത്തവനായാലും, സർവകാമഃ എല്ലാ കാമങ്ങളുള്ളവനായാലും, മോക്ഷകാമഃ വാ മോക്ഷത്തെ കാക്ഷിക്കുന്നവനായാലും അവൻ ഉദാരധീ ഉദാരമതിയായിട്ട്, തീവ്രേണ നിഷ്കർഷയോട് കൂടിയിട്ടുള്ള ആ ഭക്തിയോഗേന ഭക്തിയോഗം കൊണ്ട് പരം പുരുഷം എല്ലാറ്റിനും അതീതനായിരിക്കുന്ന സർവേശ്വരനെ യജേത ഉപാസിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണത്. എല്ലാവരും അത് മാർക്ക് ചെയ്യണം.
വെരി ഇമ്പോർട്ടൻറ്റ്. അകാമ സർവകാമോ വാ മോക്ഷകാമോദാരഥി തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പരം. പദത്തെ അന്വയം അകാമഃ സർവകാമഃ മോക്ഷകാമഃ ഉദാരഥി തീവ്രേണ ഭക്തിയോഗേന പരം പുരുഷം യജേത. ഒന്നും കൂടി പറയാം. അകാമഃ സർവകാമഃ മോക്ഷകാമഃ വാ ഉദാരഥീഹി തീവ്രേണ ഭക്തിയോഗേന പരം പുരുഷം യജേത. അപ്പം അതിൻ്റെ അന്വയാർത്ഥം വരുന്നത് യാതൊന്നും കാമിക്കാത്തവനായാലും എല്ലാ കാമങ്ങളും ഉള്ളവനായാലും മോക്ഷത്തെ കാക്ഷിക്കുന്നവനായാലും അവൻ ഉദാരമതിയായിട്ട് നിഷ്കർഷയോട് കൂടിയിട്ടുള്ള ആ ഭക്തിയോഗം കൊണ്ട് എല്ലാറ്റിനും അതീതനായിരിക്കുന്ന ആ സർവേശ്വരനെ ഉപാസിക്കണം എന്നാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം. യാതൊന്നും കാമിക്കാത്തവനായാലും എല്ലാ കാമങ്ങളും ഉള്ളവനായാലും മോക്ഷത്തെ കാക്ഷിക്കുന്നവനായാലും ഉദാരമതിയായിട്ട് നിഷ്കർഷയോട് കൂടിയിട്ടുള്ള ഭക്തിയോഗം കൊണ്ട് എല്ലാറ്റിനും അതീതനായിരിക്കുന്ന ആ സർവേശ്വരനെ ഉപാസിക്കണം. നിഷ്കാമനും സർവകാമസിദ്ധി ആഗ്രഹിക്കുന്നവനും ഉദാരബുദ്ധിയും ഉള്ള മോക്ഷകാമൻ ആയവനും എല്ലാം ശക്തിയോടുകൂടിയ ആ ഭക്തിയോഗം കൊണ്ട് ആ പുരുഷോത്തമനായിരിക്കുന്ന ആ ഭഗവാനെ, തന്തിരുവടിയെ, ശ്രീകൃഷ്ണ ഭഗവാനെ ഉപാസിക്കണം എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. ഒന്നിലും ആഗ്രഹമില്ലാത്ത പരമഭക്തനും സർവവും ആഗ്രഹിക്കുന്നവനും മോക്ഷം ആഗ്രഹിക്കുന്ന ഉദാരബുദ്ധിയും തീവ്രഭക്തിയോടെ ആ പുരുഷോത്തമനായിട്ടുള്ള ആ ഭഗവാനെ യജിക്കണം. ഒന്നിനെയും ആഗ്രഹമില്ലാത്തവനും ഒന്നിന്മേലും ആഗ്രഹമില്ലാത്തവനും മുകളിൽ വിവരിച്ച എല്ലാറ്റിനെയും ആഗ്രഹിക്കുന്നവനും ഉത്കൃഷ്ട വിചാരത്തോടു കൂടിയ മോക്ഷത്തെ ആഗ്രഹിക്കുന്നവനും ഇളക്കമില്ലാത്തതായിട്ടുള്ള ഭക്തിയോഗം കൊണ്ട് പരിപൂർണനായിരിക്കുന്ന ആ പരമപുരുഷനെ പൂജിക്കണം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അതിൻ്റെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. അകാമ ഒന്നും ആഗ്രഹമില്ലാത്തവനും സർവകാമോവ എല്ലാം ആഗ്രഹിക്കുന്നവനും മോക്ഷകാമോവ മോക്ഷത്തെ ആഗ്രഹിക്കുന്നവനും ആയിട്ടുള്ള ജനങ്ങള് ഭക്തിയോഗേന ഭക്തിയോഗത്തോടു കൂടിയിട്ട് ഉള്ള ആ പരംപുരുഷം ആ പരമപുരുഷനെ യജേത് ഉപാസിക്കണം എന്നാണ് ആ വ്യാഖ്യാനത്തിൽ. അകാമ സർവകാമോ വാ മോക്ഷകാമോ വാ ഭക്തിയോഗേന പരമം പുരുഷം പരം പുരുഷം യജേത് ആണ് ആ വ്യാഖ്യാനത്തിൽ പറയുന്നത്. അപ്പം അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം ഏതാവാനേവ യജതാം ഇഹ നിശ്രേയസോദയഃ ഭഗവത്യചലോ ഭാവോ യത് ഭാഗവത സംഗതഃ. ഏതാവാനേവ യജതാം ഇഹ നിശ്രേയസോദയഃ ഭഗവത്യചലോ ഭാവോ യത് ഭാഗവത സംഗതഃ. ഏതാവാനേവ യജതാം ഇപ്രകാരമുള്ള ഈ ഉപാസനകളെ കൊണ്ട് നിശ്രേയസോദയഃ ഭഗവത് ഭക്തന്മാരിൽ ശ്രേയസ് ഉണ്ടാവും. ആ ശ്രേയസിന്റെ സ്വഭാവം എങ്ങനെയാ? ഭഗവത്യചലോ ഭാവോ ഭഗവാനിൽ അചലമായിരിക്കുന്ന ഭക്തി, ഭഗവാനില് ദൃഢമായിരിക്കുന്ന ഭക്തി ഭാവം ഉണ്ടാവുന്നു. യത് ഭാഗവത സംഗതഃ അനവധി ഭാഗവതന്മാരായിട്ടുള്ള ഭക്തന്മാരുമായിട്ടുള്ള ആ സംഘം കൊണ്ട് ഇത്തരം ഉപാസനകളിൽ കൂടിയിട്ട് ആ ഭഗവാനിൽ അചലമായിരിക്കുന്ന ഭക്തിഭാവം ഉടലെടുക്കുന്നു. പോലത്തെ പദങ്ങൾ നോക്കാം. ഭാഗവത സംഗതഃ ഭാഗവതോത്തമന്മാരുടെ സംസർഗം കൊണ്ട്, ഭഗവതി ആ ഭഗവാങ്കൽ, അചലഃ അചഞ്ചലമായിരിക്കുന്ന ഭാവഃ, യത് ഏതാവാൻ ഏവ അചഞ്ചലമായ ഭക്തി ഉണ്ടാവുക എന്നതാണ്, ഇഹ ഇവിടെ പറഞ്ഞ പ്രകാരം, യജതാം പലേ ദേവന്മാരെയും ഉപാസിക്കുന്നവർക്കുണ്ടാവുന്ന നിശ്രേയസോദയഃ ശ്രേയസിന്റെ സ്വഭാവം. ഒന്നുകൂടി പറയാം. ഭാഗവത സംഗതഃ ഭാഗവതോത്തമന്മാരുടെ സംസർഗം കൊണ്ട്, ഭഗവതി ആ ഭഗവാങ്കൽ, അചലഃ അചഞ്ചലമായിരിക്കുന്ന, ഭാവഃ യത് ഏതാവാൻ ഏവ അചഞ്ചലമായ ഭക്തി ഉണ്ടാവുക എന്നതാണ്, ഇഹ ഇവിടെ പറഞ്ഞ പ്രകാരം, യജതാം പലേ ദേവന്മാരെയും ഉപാസിക്കുന്നവർക്കുണ്ടാവുന്ന നിശ്രേയസോദയഃ ശ്രേയസിന്റെ ആ സ്വഭാവം. അതായത് പദത്തെ അന്വയം നോക്കാം. ഭാഗവത സംഗതഃ
ഭഗവതി അചലഃ ഭാവഃ യത് ഏതാവാൻ ഏവ ഇഹ യജതാം നിശ്രേയസോദയഃ. എന്നുകൂടി പറയാം. ഭാഗവത സംഗതഃ ഭഗവതി അചലഃ ഭാവഃ യത് ഏതാവാൻ ഏവ ഇഹ യജതാം നിശ്രേയസോദയഃ. അപ്പം അതിൻ്റെ അന്വയാർത്ഥം വരുന്നത് ഭാഗവതോത്തമന്മാരുടെ സംസർഗം കൊണ്ട് ഭഗവാങ്കൽ അചഞ്ചലമായിട്ടുള്ള ഭക്തി ഉണ്ടാവുക എന്നതാണ് ഇവിടെ പറഞ്ഞ പ്രകാരം പല ദേവന്മാരെയും ഉപാസിക്കുന്നവർക്കുണ്ടാവുന്ന ആ ശ്രേയസിന്റെ സ്വഭാവം. ഒന്നും കൂടി പറയാം. ഭാഗവതോത്തമന്മാരുടെ ആ സംസർഗം കൊണ്ട് ഭഗവാങ്കൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാവുക എന്നതാണ് ഇവിടെ പറഞ്ഞ പ്രകാരം പല ദേവന്മാരെയും ഉപാസിക്കുന്നവർക്കുണ്ടാവുന്ന ആ ശ്രേയസിന്റെ സ്വഭാവം. ഈ ഉപാസനകൾക്ക് 2 പ്രകാരേണ ഫലം ഉണ്ട്. ഒന്ന് അതാത് കാര്യസാധ്യം, രണ്ടാമതായിട്ട് അതിലൂടെ ഭാഗവതോത്തമന്മാരുമായിട്ട് ഭക്തന്മാരുമായിട്ടുള്ള ആ സംസർഗം ഉണ്ടാക്കുവാനും തദ്വാര പരമഭക്തി ആ ശ്രീകൃഷ്ണ ഭഗവാനിൽ കൈവരിക്കുവാനും അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഫലം. അപ്പോൾ പരമഭക്തന്മാരുടെ ചേർച്ച വഴി ഭഗവാനില് നിശ്ചല പ്രേമം ഉദിക്കുന്നു എന്നുള്ളത് തന്നെയാകുന്നു ആ സർവ സാധകന്മാരുടെയും സാധനകളുടെയും ആ പരമമായിരിക്കുന്ന ഫലം. ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞാൽ നോക്കാം നമുക്ക്. ഈ ലോകത്തിൽ ഏതു ദേവനെ ഏതൊരാഗ്രഹത്തോടുകൂടെ പൂജിക്കുന്നതായാലും ആ ദേവപ്രസാദത്താൽ ആ ഫലം മാത്രമല്ല സിദ്ധിക്കുന്നത്, അത്രത്തോളമുള്ള പ്രയത്നത്താൽ പാപം നശിക്കുകയും അതിനാൽ അന്ധക്കരണം അത്രത്തോളം പരിശുദ്ധമാകുകയും ചെയ്യുന്നു. അതുനിമിത്തം ഭഗവത് ഭക്തന്മാരോടുകൂടിയുള്ള ചേർച്ചയും തദ്വാര ഭഗവാനിൽ ഉറപ്പോടുകൂടിയിട്ടുള്ള ആ ഭക്തിഭാവവും ഉദ്ഭവിക്കുന്നു. അതുതന്നെയാണ് എല്ലാ ഭജനത്തിൻ്റെയും 2 വിധമായിരിക്കുന്ന ഫലം. ഒന്ന് ആഗ്രഹം സാധിക്കുക, മറ്റൊന്ന് ചിത്തശുദ്ധി കൈവന്ന് ഭഗവത് ഭക്തി ഉണ്ടാവുക. ഇതാണ് രണ്ടാമത്തെ ഫലം. അതിലത്തെ വ്യാഖ്യാനം നമുക്കൊന്ന് നോക്കാം. ഇഹ യജതാം യത് ഭഗവതി ഭാവഃ. ഇവിടെ ഇങ്ങനെ ഇപ്രകാരം ഭഗവാനെ ഉപാസിക്കുന്നതിൻ്റെ ആ ഭാവം കൊണ്ട് സത്സംഗശ്ചൈതാവാനേവ സത്സംഗം ലഭിക്കുന്നു. അതിലൂടെ പുരുഷാർത്ഥ ലാഭ, പരമപുരുഷാർത്ഥങ്ങൾ ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇവയെല്ലാം സാധിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇതാണ് ആ ശ്രേയസ്. അപ്പോൾ ഭഗവാനിൽ ഉള്ള ആ ഭക്തിഭാവം കൊണ്ട് ആ പരമപുരുഷാർത്ഥങ്ങളും സാധിക്കുന്നു. ഇപ്രകാരമുള്ള വിവിധ ദേവോപാസനകളെ കൊണ്ട്. ഇഹ യജതാം യത് ഭഗവതി ഭാവഃ സത്സംഗശ്ചൈതാവാനേവ പുരുഷാർത്ഥലാഭഃ പറയണം. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ജ്ഞാനം യഥാ പ്രതിനിവൃത്ത ഗുണോർമിചക്രമാത്മപ്രസാദ ഉദയത്ര ഗുണേഷ്വസംഗഃ കൈവല്യസമ്മതപഥസ്ത്വഥ ഭക്തിയോഗഃ കോ നിർവൃതോ ഹരികഥാസു രതിം ന കുര്യാത്. എന്നുകൊണ്ട് ചില ജ്ഞാനം യഥാ പ്രതിനിവൃത്ത ഗുണോർമിചക്രമാത്മപ്രസാദ ഉദയത്ര ഗുണേഷ്വസംഗഃ കൈവല്യസമ്മതപഥസ്ത്വഥ ഭക്തിയോഗഃ കോ നിർവൃതോ ഹരികഥാസു രതിം ന കുര്യാത്. ഈ ശ്ലോകത്തിൽ പറയുന്നത് അപ്രതിനിവൃത്ത ഗുണോർമിചക്രം എന്ന് പറയുന്നത് സത്വാദി ഗുണങ്ങളുടെ ആ തിരമാലകളാകുന്ന ആ രാഗദ്വേഷാദികളുടെ പരമ്പര അപ്പാടെ ശമിക്കുവാൻ അപ്രതിനിവൃത്ത ഗുണോർമിചക്രം അതിൻ്റെ ആ ഗുണപ്രവാഹത്തിൻ്റെ നിന്നും ഉദിക്കുന്ന രാഗദ്വേഷങ്ങളെ അപ്പാടെ ശമിക്കുവാൻ ഉണ്ടാകുന്ന ജ്ഞാനം. ആ ജ്ഞാനം അതുപോലെ ശബ്ദാദി വിഷയങ്ങളിലെ വിരക്തി, ഗുണേഷ്വസംഗഃ, പിന്നെ മനഃശുദ്ധി,
പിന്നെ ആ മുക്തി പ്രാപിക്കുവാൻ ഇവയ്ക്കൊക്കെ ഉത്തമ മാർഗം ആണ് ഈ എല്ലാവരാലും സർവസമ്മതമായിരിക്കുന്ന ആ ഭക്തിയോഗം. കൈവല്യ സമ്മത പഥഭക്തിയോഗ. ഈ ഭക്തിയോഗം എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഈ പറയുന്ന ഗുണങ്ങളെല്ലാം. അതായത് സത്വരജസ്തമോ ഗുണങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന രാഗദ്വേഷാദികളെ ശമിപ്പിക്കുക. അതുപോലെ അസംഗമാവുക. എല്ലാറ്റിലും ഉള്ള അശബ്ദാദി വിഷയങ്ങളിലെ ഗുണങ്ങളിലുള്ള വിരക്തി, സംഘമില്ലായ്മ. പിന്നെ കൈവല്യ സമ്മത പഥം, മുക്തിക്ക് പറ്റിയ മാർഗമാണ്. മുക്തിക്ക് ഏറ്റവും എളുപ്പം ആയിട്ട് അനുഷ്ഠിക്കേണ്ട മാർഗം, മോക്ഷം മാർഗം തന്നെയാണ് എന്ത്? ഭക്തിയോഗം. അങ്ങനെ ആ ഭക്തിയോഗം കൊണ്ട് ആരാണ് നിവൃത്തചിത്തന്മാരാവാതിരിക്കുന്നത്? അങ്ങനെയുള്ളവർക്ക് ഹരികഥയിൽ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കഥയിൽ രതിഹി ന കുര്യൽ. ആർക്കാണ് ആ ഭഗവാന്റെ കഥയിൽ രതി വരാത്തത്? ആരാണ് അത് കാണിക്കാതിരിക്കുക എന്ന് ചോദിക്കുക. ഹരിയുടെ കഥയിൽ കൂടിയിട്ടാണ് ആ ഭക്തിയോഗത്തിന്റെ പരമമായിരിക്കുന്ന വികാസം സംഭവിക്കുന്നതും അതിലൂടെ ആ മുക്തി സംഭവിക്കുന്നതും അസംഗചിത്തന്മാരാകുന്നതും ആത്മപ്രസാദം ഉദിക്കുന്നതും വിരക്തി ഉണ്ടാകുന്നതും എല്ലാം എല്ലാം എല്ലാം. അപ്പോൾ ഒന്നുകൂടി പറയാം. അതിലത്തെ പദങ്ങൾ: അപ്രതിനിവൃത്ത ഗുണോർമിചക്രം, സത്വാദി ഗുണങ്ങളുടെ ആ തിരമാലകളാകുന്ന ആ രാഗദ്വേഷാദികളുടെ പരമ്പര, അപ്പാടെ ശമിക്കുവാൻ തക്ക ജ്ഞാനം, യത് ഉത ജ്ഞാനമേതോ അതും, ഗുണേഷു ശബ്ദാദി വിഷയങ്ങളിലെ അർത്ഥം, ഗുണേഷു എന്നുള്ള ശബ്ദാദി വിഷയങ്ങളിലെ അസംഗഹ വിരക്തിയും, അഥ പിന്നെ ആത്മപ്രസാദ തു മനഃശുദ്ധിയും, കൈവല്യസമ്മതപഥ മുക്തി പ്രാപിക്കാൻ ഉത്തമമാർഗം എന്ന ആ സർവസമ്മതവുമായിട്ടിരിക്കുന്ന ആ ഭക്തിയോഗം ച എത്ര ഭക്തിയോഗവും യാതൊന്നിലോ അപ്രകാരമുള്ള ആ ഹരികഥാസു ഭഗവത് കഥകളിലെ ലയിച്ച് നിർവൃത ആനന്ദാനുഭൂതിയോടെ ഇരിപ്പാൻ കഹ ആരാണ് രതിം താല്പര്യം ന കുര്യാത് കാണിക്കാത്തത്? എന്നുകൂടി പറയാം. അപ്രതിനിവൃത്ത ഗുണോർമിചക്രം, സത്വാദി ഗുണങ്ങളുടെ തിരമാലകളാകുന്ന ആ രാഗദ്വേഷാദികളുടെ പരമ്പര അപ്പാടെ ശമിക്കുവാൻ തക്ക ജ്ഞാനം, യത് ഉത ആ ജ്ഞാനം ഏതോ അതും, ഗുണേഷു ശബ്ദാദി വിഷയങ്ങളിലെ അസംഗഹ വിരക്തിയും, അധ പിന്നെ ആത്മപ്രസാദത്തു മനഃശുദ്ധിയും, കൈവല്യസമ്മതപഥ മുക്തി പ്രാപിക്കുവാൻ ഉത്തമമാർഗമെന്ന സർവസമ്മതവുമായിട്ടുള്ള ആ ഭക്തിയോഗ ചയത്ര ആ ഭക്തിയോഗവും യാതൊന്നിലോ അപ്രകാരമുള്ള ആ ഹരികഥ. അത് ഏതിലാണുള്ളത് ഈ ഭക്തിയോഗം? ഹരികഥാസു ആ ഭഗവത് കഥകളിൽ ലയിച്ച് നിർവൃത ആനന്ദാനുഭൂതിയോടെ ഇരിപ്പാൻ കഹ ആരാണ് രതിഹി താല്പര്യം ന കുര്യാത് കാണിക്കാത്തത്? അപ്പോൾ അതിന്റെ അന്വയം നോക്കാം. അപ്രതിനിവൃത്ത ഗുണോർമിചക്രം ജ്ഞാനം യത് ഉത ഗുണേഷു അസംഗഃ അഥ ആത്മപ്രസാദഃ തു കൈവല്യസമ്മതപഥഃ ഭക്തിയോഗഃ ച യത്ര ഹരികഥാസു നിർവൃതഃ കഹ രതിം ന കുര്യാത് എന്നാണ്. ഒന്നുകൂടി പറയാം. അപ്രതിനിവൃത്ത ഗുണോർമിചക്രം ജ്ഞാനം യത് ഉത ഗുണേഷു അസംഗഃ അഥ ആത്മപ്രസാദഃ തു കൈവല്യസമ്മതപഥഃ ഭക്തിയോഗം ച യത്ര ഹരികഥാസു നിർവൃതഃ കഹ രതിം ന കുര്യാത്. അപ്പം അതിലത്തെ അന്വയാർത്ഥം വരുന്നത്: സത്വാദി ഗുണങ്ങളുടെ തിരമാലകളാകുന്ന ആ രാഗദ്വേഷാദികളുടെ പരമ്പര അപ്പാടെ ശമിപ്പിക്കുവാൻ തക്ക ജ്ഞാനമേതോ ആ ശബ്ദാദി വിഷയങ്ങളിൽ വിരക്തിയും, പിന്നെ മനഃശുദ്ധിയും, മുക്തി പ്രാപിക്കാൻ ഉത്തമമാർഗം എന്ന സർവസമ്മതവുമായിട്ടുള്ള
ആ ഭക്തിയോഗവും യാതൊന്നിലോ. അപ്രകാരമുള്ള ആ ഭഗവത് കഥകളിൽ ആനന്ദാനുഭൂതിയോടെ ഇരിപ്പാൻ ആരാണ് താല്പര്യം കാണിക്കാത്തത്? എന്നുകൂടി പറയാം. സത്വാദി ഗുണങ്ങളുടെ തിരമാലകളാകുന്ന ആ രാഗദ്വേഷാദികളുടെ പരമ്പര അപ്പാടെ ശമിപ്പിക്കുവാൻ തക്ക ജ്ഞാനമേതോ, അതും ശബ്ദാദി വിഷയങ്ങളിൽ വിരക്തിയും പിന്നെ ആ മനഃശുദ്ധിയും മുക്തി പ്രാപിക്കാൻ ഉത്തമമാർഗമെന്ന അസർവസമ്മതവുമായിട്ടുള്ള ആ ഭക്തിയോഗവും യാതൊന്നിലോ അപ്രകാരമുള്ള ആ ഭഗവത് കഥകളിൽ ലയിച്ച് ആനന്ദാനുഭൂതിയോടെ ഇരിപ്പാൻ ആരാണ് താല്പര്യം കാണിക്കാത്തത്? അപ്പൊ ആ രാഗദ്വേഷാദികൾ നശിക്കുകയാണ് ചെയ്യുന്നത് അവിടെ. പിന്നെ ആത്മപ്രസാദം ഉണ്ടാവുന്നു, മനഃശുദ്ധി, ഗുണങ്ങളിൽ അസംഗത്വം ഉണ്ടാകുന്നു. സത്വരജസ്തമോ ഗുണങ്ങളിൽ നിന്നും അതിലുള്ള അസംഗം അവസാനിക്കുന്നു. കൈവല്യത്തിലേക്കുള്ള ബന്ധാവായിരിക്കുന്ന ഭക്തിയോഗം ഉദിക്കുകയും ചെയ്യുന്നു. അപ്പൊ മോക്ഷത്തിലേക്കുള്ള ബന്ധാവാണ് ഭക്തിയോഗം. ഭക്തിമാർഗം ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ജ്ഞാനത്തെക്കാൾ ഉപരി ഭക്തിയോഗമാണ് അതിന് പ്രയോജനപ്പെടുക എന്ന് ഇവിടെ ഭാഗവതം കാണിച്ചിരുന്നു. ഇപ്രകാരം മഹത്തരങ്ങളായിട്ടുള്ള സിദ്ധികളെ പ്രദാനം ചെയ്യുന്ന ആ ഭഗവത് കഥകളിൽ ആരാണ് ആസക്തരാകാതെ ഭവിക്കുക എന്നിങ്ങനെ ആ ഭഗവൻ മാഹാത്മ്യം പ്രതിപാദിച്ച് ആ പരീക്ഷത്തിൽ നിന്ന് വീണ്ടും ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ആ ശ്രീശുകൻ സ്ഥിതനായി എന്നാണ് പറയുന്നത്. ഇവിടെ രാഗാദി മാലിന്യങ്ങൾ നിശേഷം നശിപ്പിക്കുന്ന ജ്ഞാനവും അതിനു കാരണമായിരിക്കുന്ന മനഃപ്രസാദവും വിഷയവൈരാഗ്യവും മോക്ഷത്തിന്റെ തന്നെ രൂപാന്തരമായിരിക്കുന്ന ഭക്തിയോഗവും ആർക്ക് സ്വയം ഉണ്ടാകുന്നു? ഭഗവാന്റെ അപ്രകാരമുള്ള ദിവ്യകഥകളിൽ ആരാണ് രതി വഹിക്കാതിരിക്കുക? ഈ ലോകത്തിലെ ഭഗവത് ഭക്തന്മാരുടെ സംഘനിമിത്തം സിദ്ധിക്കുന്ന ആ കഥയുടെ മാഹാത്മ്യം സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. രാഗം, ദ്വേഷം, ജനനം, മരണം, ശോകം, മോഹം, വിശപ്പ്, ദാഹം എന്നിവകൾ ഗുണങ്ങളുടെ അന്യോന്യ സമ്മേളന നിമിത്തമുണ്ടാകുന്ന ഓരോവിധ വികാരങ്ങളാണ്. യാതൊന്നിൻ്റെ ജ്ഞാനം സിദ്ധിക്കുമ്പോൾ ഗുണചരണങ്ങളായിട്ടുള്ള രാഗാദി വൃത്തികൾ എല്ലാറ്റിൽ നിന്നും ഉപശമത്തെ പ്രാപിക്കുന്നു. അപ്പോൾ തന്നെ അതേ കാരണത്താൽ അനുഭവഗോചരമായിട്ട് വരുന്ന ആ മനഃപ്രസാദം പ്രകാശിക്കുമോ? അത് നിമിത്തം തന്നെ ആ ഗുണകാര്യങ്ങളായിരിക്കുന്ന ദേഹേന്ദ്രിയാദികളിലും അവയുടെ വിഷയങ്ങളായിട്ടുള്ള ശബ്ദാദികളിലും ഇല്ലായ്മയാകുന്ന ആ വൈരാഗ്യം ഉദിക്കുമോ? അത് നിമിത്തം മോക്ഷത്തിന് സദൃശമായിട്ടുള്ള മോക്ഷം തന്നെയെന്ന് സത്തുക്കൾ സമ്മതിച്ചിരിക്കുന്ന ആചരണങ്ങൾ, അതായത് ശ്രവണ കീർത്തനാദികൾ നിരന്തരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നതായ ആ ഭക്തിയോഗം ആവിർഭവിച്ച് ക്രമേണ അഭിവൃദ്ധിയെ പ്രാപിക്കുമോ? അങ്ങനെ പ്രയാസം കൂടാതെ തന്നെ ആ മോക്ഷസുഖത്തെ അനുഭവിക്കാൻ ഉപകരിക്കുമോ അപ്രകാരമുള്ള ഹരികഥകളിൽ? അപ്പൊ അതിലത്തെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കണം ആ ഹരികഥയുടെ പ്രാധാന്യം. ഹരികഥകളിൽ ആരു തന്നെ രതിയെ അഭിവൃദ്ധിപ്പെടുത്തുകയില്ലയോ? പുരുഷാർത്ഥപ്രാപ്തിക്ക് ഏറ്റവും എളുപ്പമാർഗമായിരിക്കുന്ന ഭക്തിയോഗത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണമായിരിക്കുന്ന ആ ഹരികഥാരതിയെ സമ്പാദിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതം ആണ്, ആവശ്യമാണ്, ഏറ്റവും ആവശ്യമായതാണെന്ന് പറയുന്നത്. അപ്പൊ അതിലത്തെ നമുക്ക് വ്യാഖ്യാനം നോക്കാം. അതോ ഹരികഥാസു രതിം കോന കുര്യാൽ. ഹരികഥ രതി ആർക്കാണ് ഇല്ലാതിരിക്കുക? യാസു കഥാസു, ആ കഥകളെ കൊണ്ട് ജ്ഞാനം ഭവതി, ആ പരമമായിരിക്കുന്ന അറിവിനെ നമുക്ക് സാധിക്കുന്നു. അതുകൊണ്ട് അതോ ഹരികഥാസു രതിം കോന കുര്യാൽ യാസു കഥാസു ജ്ഞാനം ഭവതി. ഇത്രയും ആ വ്യാഖ്യാനത്തിൽ ഇവിടെ പറയുന്നു. അപ്പൊ അടുത്ത ശ്ലോകം നോക്കാം. ശൗനക ഉവാച ഇത്യഭിവ്യാഹൃതം രാജാ നിശമ്യ ഭരതർഷഭഃ കിമന്യൽ പൃഷ്ടവാൻ ഭൂയോ വയ്യാസകിമൃഷിം കവിം. ഇത്യഭിവ്യാഹൃതം രാജാ നിശമ്യ ഭരതർഷഭഃ കിമന്യത് പൃഷ്ടവാൻ ഭൂയോ വയ്യാസകിമൃഷിം കവിം. ഇതി ഇപ്രകാരം അഭിവ്യാഹൃതം ഇപ്രകാരം പറഞ്ഞത് നിശമ്യ കേട്ടിട്ട് രാജാവ് പരീക്ഷിത്ത് മഹാരാജാവ്, ഭരതവംശശ്രേഷ്ഠനായിരിക്കുന്ന ആ പരീക്ഷിത്ത് മഹാരാജാവ് ഋഷിയും
നിശമ്യ ഭരതർഷഭ കിം അന്യൽ പൃഷ്ടവാൻ ഭൂയോ വയ്യാസകി ഋഷിം കവിം. ആ ഋഷിയും അതുപോലെ ക്രാന്തദർശിയുമായിരിക്കുന്ന വയ്യാസകി ആ ശ്രീശുകനോട് പിന്നെ അന്യത് വേറെ എന്ത് ചോദിച്ചവനായി എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അഭിവ്യാഹൃതം രാജ നിശമ്യ ഭരതർഷഭ കിം അന്യൽ പൃഷ്ടവാൻ ഭൂയോ വയ്യാസകി ഋഷിം കവിം. അപ്പൊ ഇതിലത്തെ പദങ്ങളെ ഇതി ഇങ്ങനെ, അഭിവ്യാഹൃതം പറഞ്ഞത്, നിശമ്യ കേട്ടിട്ട്, ഭരതർഷഭ ഭരതവംശശ്രേഷ്ഠനായിരിക്കുന്ന രാജ പരീക്ഷിത്ത് രാജാവ്, ഋഷിയും കവിം ക്രാന്തദർശിയുമായിരിക്കുന്ന വയ്യാസകിം ആ ശ്രീശുക ബ്രഹ്മർഷിയോട് ഭൂയഃ പിന്നെ, അന്യത് കിം വേറെ എന്ത്, പൃഷ്ടവാൻ ചോദിച്ചവനായി. ഒന്നുകൂടി പറയാം. ഇതി ഇങ്ങനെ, അഭിവ്യാഹൃതം പറഞ്ഞത്, നിശമ്യ കേട്ടിട്ട്, ഭരതർഷഭ ഭരതവംശശ്രേഷ്ഠനായിരിക്കുന്ന രാജാവ് പരീക്ഷിത്ത്, ഋഷിയും കവിം ക്രാന്തദർശിയുമായിരിക്കുന്ന വയ്യാസകിം ശുകനോട് ഭൂയഃ പിന്നെ, അന്യത് കിം വേറെ എന്ത്, പൃഷ്ടവാൻ ചോദിച്ചവനായി. അതിലത്തെ അന്വയം നോക്കാം. ഇതി അഭിവ്യാഹൃതം നിശമ്യ ഭരതർഷഭ രാജ ഋഷിം കവിം വയ്യാസകിം ഭൂയഃ അന്യത് കിം പൃഷ്ടവാൻ. ഒന്നുകൂടി പറയാം. ഇതി അഭിവ്യാഹൃതം നിശമ്യ ഭരതർഷഭ രാജ ഋഷിം കവിം വയ്യാസകിം ഭൂയഃ അന്യത് കിം പൃഷ്ടവാൻ. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ, ആ പറഞ്ഞത് കേട്ടിട്ട് ആ ഭരതവംശശ്രേഷ്ഠനായിരിക്കുന്ന പരീക്ഷിത്ത് രാജാവ് ഋഷിയും ക്രാന്തദർശിയുമായിരിക്കുന്ന ശ്രീശുക ബ്രഹ്മർഷിയോട് പിന്നെ വേറെ എന്ത് ചോദിച്ചവനായി. ഒന്നുകൂടി പറയാം. ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് ഭരതവംശശ്രേഷ്ഠനായിരിക്കുന്ന രാജാ പരീക്ഷിത്ത് മഹാരാജാവ് ആ ഋഷിയും ക്രാന്തദർശിയുമായിരിക്കുന്ന ആ ശ്രീശുകനോട് പിന്നെ വേറെ എന്ത് ചോദിച്ചവനായി. ഭരതശ്രേഷ്ഠനായിരിക്കുന്ന രാജാവ് ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് ശബ്ദത്തിലും പരബ്രഹ്മത്തിലും ഒരുപോലെ പണ്ഡിതനായിരിക്കുന്ന ആ ശുകനോട് പിന്നെ എന്തെല്ലാം ചോദിച്ചു. ആ ശൗനകൻ പറഞ്ഞു, ആ ഭരതകുലത്തിൽ ജനിച്ചവരിൽ വെച്ച് മഹാഭാഗ്യവാനായിരിക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവ് ബ്രഹ്മത്തെ അറിഞ്ഞവനും ശബ്ദബ്രഹ്മത്തിൽ രമിക്കുന്നവനും വ്യാസപുത്രനുമായിരിക്കുന്ന ശുക ബ്രഹ്മർഷിയോട് ഇപ്രകാരം പറഞ്ഞതിനെ കേട്ടതിൽ പിന്നെ മറ്റെന്തൊന്നാണ് ഉള്ളത് എന്ന് ചോദിച്ചു. അതിന്റെ വ്യാഖ്യാനം നോക്കാം നമുക്ക്. ശൗനക ഉവാച ഇദം രാജാ ശ്രുത്വ. ഇപ്രകാരം കേട്ടിട്ട് പരീക്ഷിത്ത് മഹാരാജാവ് ശുകനോട് കിമന്യത് ഇനി അന്യമായിരിക്കുന്ന വേറെ എന്താണ്, പൃഷ്ടവാംസ്തദ്വദ എന്താണ് ചോദിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. ഒന്നും കൂടി പറയാത്ത വ്യാഖ്യാനം. ശൗനക ഉവാച ഇദം രാജാ ശ്രുത്വാ ശുകം പ്രതി കിമന്യത് പൃഷ്ടവാംസ്തദ്വദ. അടുത്ത ശ്ലോകം വരുന്നത് സവൈ ഭാഗവതോ രാജാ പാണ്ഡവേയോ മഹാരഥഃ ബാലക്രീഡനകൈഃ ക്രീഡൻ കൃഷ്ണക്രീഡാം യ ആദദേ. എന്നൂടി ചൊല്ലാം. സവൈ ഭാഗവതോ രാജാ പാണ്ഡവേയോ മഹാരഥഃ ബാലക്രീഡനകൈഃ ക്രീഡൻ കൃഷ്ണക്രീഡാം യ ആദദേ. ഇതിൽ പറയണ യാതൊരാൾ കുട്ടിക്കാലത്ത് ബാലക്രീഡനകൈഃ കുട്ടിക്കാലത്ത് കളിക്കോപ്പുകൾ കൊണ്ട് കളിക്കുമ്പോൾ ശ്രീകൃഷ്ണന്റെ ക്രീഡകളെ സ്വീകരിക്കുന്നുവോ അനുകരിക്കുന്നുവോ, ആ മഹാരഥനും ആ പാണ്ഡവവംശജനുമായിരിക്കുന്ന ആ പരീക്ഷിത്ത് മഹാരാജാവ് ആ ഭക്തനായിരുന്നു എന്ന് പ്രസിദ്ധനായിരുന്നുവല്ലോ, അദ്ദേഹവും അത് സ്വീകരിച്ചു എന്നർത്ഥം. യാതൊരാൾ ബാലക്രീഡനകൈഃ കുട്ടിക്കാലത്ത് കളിക്കോപ്പുകൾ കൊണ്ട് കളിക്കുമ്പോൾ സവൈ ഭാഗവതോ രാജ ഭാഗവതനായിരിക്കുന്ന രാജാവ് പാണ്ഡവേയോ മഹാരഥ പാണ്ഡവന്മാരിൽ മഹാരഥിയായിരിക്കുന്ന രാജാവ് ബാലക്രീഡനകൈഃ ക്രീഡൻ കുട്ടികൾ കളിക്കോപ്പുകൾ കൊണ്ട് കളിക്കുമ്പോൾ കൃഷ്ണക്രീഡാമ്യ ആദതേ കൃഷ്ണന്റെ കളികൾ കളിക്കുന്നുവോ അതുപോലെ ആ കൃഷ്ണന്റെ ആ ഹരികഥാൽ
ലീലകളിൽ കൂടിയിട്ട് ആ ശ്രേയസിന്റെ മാർഗത്തെ സ്വീകരിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഭഗവത് ഭക്തനായിരുന്നു അദ്ദേഹം. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. യഹ യാതൊരാൾ ബാലക്രീഡനകൈഹി കുട്ടിക്കാലത്ത് കളിക്കോപ്പുകൾ കൊണ്ട് ക്രീഡൻ കളിക്കുമ്പോൾ കൃഷ്ണക്രീഡാം ശ്രീകൃഷ്ണന്റെ ക്രീഡകളെ ആദതേ സ്വീകരിച്ചിരുന്നുവോ അനുകരിച്ചിരുന്നുവോ. അതുപോലെ അമഹാരഥ മഹാരഥനും പാണ്ഡവേയ പാണ്ഡവവംശജനുമായിട്ടുള്ള സഹ രാജ ആ പരീക്ഷിത്ത് രാജാവ് ഭഗവത വൈ ഭഗവത് ഭക്തനായി ഇരുന്നു എന്നത് പ്രസിദ്ധമാണല്ലോ. എന്നുകൂടി പറയാം. യഹ യാതൊരാൾ ബാലക്രീഡനകൈഹി കുട്ടിക്കാലത്ത് കളിക്കോപ്പുകൾ കൊണ്ട് ക്രീഡൻ കളിക്കുമ്പോൾ കൃഷ്ണക്രീഡാം ശ്രീകൃഷ്ണന്റെ ക്രീഡകളെ ആദതേ സ്വീകരിച്ചിരുന്നുവോ അനുകരിച്ചിരുന്നുവോ. മഹാരഥ മഹാരഥനും പാണ്ഡവേയ പാണ്ഡവവംശജനുമായിരിക്കുന്ന സഹ രാജ ആ പരീക്ഷിത് രാജാവ് ഭാഗവത വൈ ഭഗവത് ഭക്തനായിരുന്നു എന്നത് പ്രസിദ്ധമാണല്ലോ. പദത്തെ അന്വയം. യഹ ബാലക്രീഡനകൈഹി ക്രീഡൻ കൃഷ്ണക്രീഡാം ആദതേ മഹാരഥ പാണ്ഡവേയ സഹ രാജ ഭാഗവത വൈ. ഒന്നുകൂടി പറയാം. യഹ ബാലക്രീഡനകൈഹി ക്രീഡൻ കൃഷ്ണക്രീഡാം ആദതേ മഹാരഥ പാണ്ഡവേയ സഹ രാജ ഭാഗവത വൈ ഭാഗവത വൈ. അപ്പോൾ അതിൻ്റെ അന്വയാർത്ഥം വരുന്നത് യാതൊരാൾ കുട്ടിക്കാലത്ത് കളിക്കോപ്പുകൾ കൊണ്ട് കളിക്കുമ്പോൾ ശ്രീകൃഷ്ണന്റെ ക്രീഡകളെ സ്വീകരിച്ചിരുന്നുവോ അനുകരിച്ചിരുന്നുവോ. മഹാരഥനും പാണ്ഡവവംശജനുമായിരിക്കുന്ന ആ പരീക്ഷിത്ത് മഹാരാജാവ് ആ ഭഗവത് ഭക്തൻ ആയിരുന്നു എന്നത് വളരെ പ്രസിദ്ധമാണല്ലോ. യാതൊരാൾ കുട്ടിക്കാലത്ത് കളിക്കോപ്പുകൾ കൊണ്ട് കളിക്കുമ്പോൾ കൃഷ്ണക്രീഡാം ശ്രീകൃഷ്ണന്റെ ക്രീഡകളെ സ്വീകരിച്ചിരുന്നുവോ അനുകരിച്ചിരുന്നുവോ. അദ്ദേഹം ചെറിയ കുട്ടിക്കാലത്ത് ആ പരീക്ഷിത്ത് മഹാരാജാവും ഈ കൃഷ്ണന്റെ ക്രീഡകളെ അനുകരിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ ഭക്തനായി തീർന്നത്. അനുകരിച്ചിരുന്നുവോ. അങ്ങനെയുള്ള ആ മഹാരഥനായിരിക്കുന്ന ആ പാണ്ഡവ വംശജനായിരിക്കുന്ന ആ പരീക്ഷിത്ത് മഹാരാജാവ് ഭഗവത് ഭക്തനായിരുന്നു എന്നുള്ളത് വളരെ പ്രസിദ്ധമാണ്. ചെറിയ കുട്ടിക്കാലത്ത് തന്നെ ആ ഭഗവാന്റെ കളികളെ അനുസരിച്ചുകൊണ്ട് വളർന്നിട്ടുള്ള ആളാണ് ആ പരീക്ഷിത്ത് മഹാരാജാവ് എന്ന് ആണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞു വരുന്നത്. പരമഭക്തന്മാരുടെ ചേർച്ച വഴി ഭഗവാനിൽ നിശ്ചല പ്രേമം ഉദിക്കുക എന്നുള്ളത് തന്നെയാണ് സർവസാധകന്മാരുടെയും ഫലം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കളിസ്ഥാമാനങ്ങൾ എടുത്ത് കളിക്കുന്ന ബാല്യകാലത്ത് പോലും ആര് ഭഗവാന്റെ പൂജാരൂപമായിരിക്കുന്ന കളി തന്നെ ചെയ്ത് ആനന്ദിച്ചിരുന്നുവോ അങ്ങനെ മഹാരഥനും പാണ്ഡവവംശജനുമായിരിക്കുന്ന പരീക്ഷിത്ത് പരമഭക്തനാണെന്നതിൽ യാതൊരു സംശയവും ഇല്ല അർത്ഥം. ശൗനകൻ പറയുകയാണ്, ആ ഭരതകുലത്തിൽ ജനിച്ചവരിൽ ശ്രേഷ്ഠനും മഹാഭാഗ്യവാനുമായിരിക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവ് ബ്രഹ്മത്തെ അറിഞ്ഞവനും ശബ്ദബ്രഹ്മത്തിൽ രമിക്കുന്നവനും വ്യാസപുത്രനുമായിരിക്കുന്ന ശ്രീശുകർ ഇപ്രകാരം പറഞ്ഞതിനെ കേട്ടതിൽ പിന്നെ മറ്റെന്തൊന്നാണ് ചോദിച്ചതെന്ന് ചോദിക്കണം. ഹേ അറിവുള്ള ആസൂത, രാജാവിനും ആ ശുഗമഹർഷിക്കും തമ്മിലുണ്ടായ സംഭാഷണങ്ങളിൽ ശ്രീഹരികഥകൾ വന്നു ചേരാതിരിക്കയില്ല. അദ്ദേഹം പരമഭക്തനായിരുന്നു. ആ പരീക്ഷിത്ത് മഹാരാജാവ് പരമഭക്തനായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിന്റെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. ഹേ സൂത, സാധുസഭായാം ഇദം രാജാ ശ്രുത്വാ ശുകം പ്രതി കിമന്യത് പൃഷ്ടവാംസ്തദ്വദ. ഹേ സൂത, സാധുസഭായാം ആ സാധുക്കളുടെ സഭയിലെ ഹരികഥോദർക്കാ സ്യുഹു. ആ ഹരികഥ തന്നെ ആണ് അവിടെ വന്നു ചേരുന്നത്.
അപ്രകാരമുള്ള ആ പരീക്ഷിത് ശുഗന്മാരുടെ ഇടയിൽ വന്നു ചേരുന്നത് ആ ഭക്തിയുടെ വിശേഷണങ്ങളായിരിക്കുന്ന ഹരികഥാ ലീലകൾ തന്നെയാണ് എന്നതാണ് ആ ശ്ലോകങ്ങളോട് പറയുന്നത്, ശ്ലോകത്തെ കൊണ്ട് പറയുന്നത്. സവൈ ഭാഗവതോ രാജ പാണ്ഡവേയോ മഹാരഥ ബാലക്രീഡനകൈ ക്രീഡൻ കൃഷ്ണക്രീഡാമ്യ ആദതേ. ആ ചെറുപ്പകാലം തൊട്ടേ ആ ഭഗവാനെ അങ്ങനെ വിശ്വസിച്ച് ഭഗവാനിൽ കൂടി തൻ്റെതായിരിക്കുന്ന ആ ശ്രേയസ്സിനെ അറിഞ്ഞ ആ പരമഭക്തനായിരിക്കുന്ന പരീക്ഷിത് മഹാരാജാവ് അവസാന കാലത്തും ആ ഹരിലീലാകഥാമൃതത്തെ രുചിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ പുറപ്പെടുകയാണ്. അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. വയ്യാസഖിശ്ച ഭഗവാൻ വാസുദേവപരായണ ഉരുഗായ ഗുണോദാരാഹ സതാം സ്യുർഹി സമാഗമേ. വയ്യാസഖിശ്ച ഭഗവാൻ വാസുദേവപരായണ ഉരുഗായ ഗുണോദാരാ സതാം സ്യുർഹി സമാഗമേ. അപ്പൊ ആ ശ്രീകൃഷ്ണ ഭക്തിയുള്ളവനും ഭഗവാനും വ്യാസപുത്രനുമായിരിക്കുന്ന ശ്രീശുഖ ബ്രഹ്മർഷി, വയ്യാസഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീശുഖ ബ്രഹ്മർഷി, ഭഗവാൻ വാസുദേവനിൽ അനന്യഭക്തിയുള്ള ആളാണ്. ശ്രീകൃഷ്ണ ഭക്തിയുള്ളവനും ഭഗവാനും വ്യാസപുത്രനുമായിരിക്കുന്ന ശ്രീശുഖൻ ആ ഭക്തജനങ്ങളോട് സംഗമിച്ചാൽ ഉരുഗായ ഗുണോദാര, ആ ഭഗവത് ഗുണങ്ങളുടെ ആ മഹിമയെ കീർത്തിക്കുന്ന ആ ഭാഷണങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് അവിടെ തീർച്ചയാണ് അർത്ഥം. അപ്പോൾ ആ വാസുദേവപരായണ ആയിരിക്കുന്ന ആ ശ്രീശുഖ ബ്രഹ്മർഷി ഭക്തജനങ്ങളോടുകൂടി സംഗമിച്ചാൽ, സതാം സ്യുർഹി സമാഗമോ, സംഗമിച്ചാൽ അവിടെ ഭഗവത് ഗുണങ്ങളുടെ മഹിമയായി കീർത്തിക്കുന്ന ഭാഷണങ്ങൾ ഉണ്ടാകും എന്നത് തീർച്ച തന്നെ എന്നാണ് ആ ശ്ലോകത്തിൽ. വയ്യാസഖിശ്ച ഭഗവാൻ വാസുദേവപരായണ ഉരുഗായ ഗുണോദാരാഹ സതാം സ്യുർഹി സമാഗമേ. പദങ്ങൾ വാസുദേവപരായണ ശ്രീകൃഷ്ണഭക്തിയുള്ളവനും ഭഗവാനും വയ്യാസഖിച്ച വ്യാസപുത്രനുമായിരിക്കുന്ന ശ്രീശുഖൻ സതാം ഭക്തജനങ്ങളോട് സമാഗമേ സംഗമിച്ചാൽ ഉരുഗായ ഗുണോദാരാഹ ഭഗവത് ഗുണങ്ങളുടെ മഹിമയെ കീർത്തിക്കുന്ന ഭാഷണങ്ങൾ. ഉരുഗായ ഗുണോദാരാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത് ഗുണങ്ങളുടെ മഹിമയെ കീർത്തിക്കുന്ന ഭാഷണങ്ങൾ സ്യുഹി ഉണ്ടാകുന്നു എന്നത് തീർച്ച തന്നെ എന്നാണ് ആ ശ്ലോകത്തിൽ. അപ്പൊ അതിലത്തെ അന്വയം നോക്കാം. വാസുദേവപരായണ ഭഗവാൻ വയ്യാസഖി ച സതാം സമാഗമേ ഉരുഗായ ഗുണോദാരാഹ സ്യുഹി. എന്നുകൂടി പറയാം. വാസുദേവപരായണ ഭഗവാൻ വയ്യാസഖി ച സതാം സമാഗമേ ഉരുഗായ ഗുണോദാരാഹ സ്യുഹു ഹി. അതായത് ആ ശ്രീകൃഷ്ണ ഭക്തിയുള്ളവനും ഭഗവാനും വ്യാസപുത്രനുമായിരിക്കുന്ന ശ്രീശുഖ ബ്രഹ്മർഷി ഭക്തജനങ്ങളോട് സംഗമിച്ചാൽ ഭഗവത് ഗുണങ്ങളുടെ മഹിമയെ കീർത്തിക്കുന്ന ഭാഷണങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് തീർച്ച തന്നെ. എന്നുകൂടി പറയാം. ശ്രീകൃഷ്ണ ഭക്തിയുള്ളവനും ഭഗവാനും വ്യാസപുത്രനുമായിട്ടുള്ള ശ്രീശുഖൻ ഭക്തജനങ്ങളോട് സംഗമിച്ചാൽ ആ ഭഗവത് ഗുണങ്ങളുടെ മഹിമയെ കീർത്തിക്കുന്ന ഭാഷണങ്ങൾ ഉണ്ടാകുമെന്നത് തീർച്ച തന്നെ. ഭഗവാൻ ശുഖബ്രഹ്മർഷിയും പരമഭക്തനും ആണല്ലോ. പരമഭക്തന്മാരുടെ ശ്രീശുഖ ബ്രഹ്മർഷിയും പരമഭക്തനാണല്ലോ. ആ പരമഭക്തന്മാരുടെ സമാഗമത്തിൽ ഭഗവാന്റെ ഗുണഗണങ്ങൾ പ്രകാശിപ്പിക്കുന്ന ദിവ്യകഥകൾ തീർച്ചയായിട്ടും പ്രസ്താവിക്കപ്പെടും. അപ്പം ഹേ അറിവുള്ള ആ സൂത, രാജാവിനും ശുഖബ്രഹ്മർഷിക്കും തമ്മിലുണ്ടായ സംഭാഷണങ്ങളിൽ ശ്രീഹരികഥകൾ വന്നു ചേരാതിരിക്കയില്ല എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതിലത്തെ ആ വ്യാഖ്യാനം സാധുസഭായാം ഹരികഥോദർക്കാസ്യു. ഹരികഥയുടെ ആ പ്രവചന ഭാഷണം ഈ സാധുസംഗമത്തിലെ സാധുസഭയിൽ ഉണ്ടാവുന്നുള്ളത് തീർച്ചയാണ്. സാധുസഭായാം ഹരികഥോദർക്കാഹ സ്യുഹു എന്നുള്ള അത്രയും വ്യാഖ്യാനത്തിൽ പറയുന്നുള്ളൂ. കിംച സ ഭഗവതോ രാജ ബാലക്രീഡനൈ ക്രീഡൻ. രാജാവ് കുട്ടിക്കാലത്ത്
യഹ കൃഷ്ണപൂജാദി ക്രീഡാം, കൃഷ്ണപൂജയുടെ ക്രീഡകളെ അനുസരിച്ചിരുന്ന ആളാകുന്നു, സ്വീകൃതവാൻ, അങ്ങനെ സ്വീകരിച്ചിരുന്ന ആളായത് കൊണ്ട് അദ്ദേഹം പരമഭാഗവതനാണ്. അങ്ങനെയുള്ള പരമഭാഗവതൻ ശ്രീ ശുഖബ്രഹ്മർഷിയും തമ്മിലുള്ള ചർച്ചയില് ശുഖശ്ച വാസുദേവപരായണോ ജാതഃ, ശുഖനും ആ വാസുദേവപരായണനാണ്. കിഞ്ച അസൗ, അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് എന്തുണ്ടാവും? ഹരികഥോ തർക്കാസ്യുഹു. അപ്പൊ അതിൽ പറയുന്നത്, ഹേ സൂത, സാധുസഭായാം ഹരികഥോദർക്കാഹ സ്യുഹു. കിഞ്ച സ ഭഗവതോ രാജ ബാലക്രീഡനകൈഃ ക്രീഡൻ യഃ കൃഷ്ണപൂജാദിക്രീഡാം സ്വീകൃതവാൻ. അതാണ് ആ ശ്ലോകത്തിലെ അർത്ഥം. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ആയുർഹരതി വൈ പുംസാം ഉദ്യന്നസ്തം യന്നസൗ തസ്യാർത്തേ ക്ഷണോനീത ഉത്തമശ്ലോകവാർത്തയാ. ആയുർഹരതി വൈ പുംസാം ഉന്നസ്തം ച യന്നസൗ തസ്യർത്തേ ക്ഷണേനീത ഉത്തമശ്ലോകവാർത്തയാ. അപ്പോൾ യാതൊരുവനാൽ യക്ഷണഃ, അല്പസമയമെങ്കിലും ആ ഉത്തമ ശ്ലോക വാർത്തയാം, ആ ഉത്തമകീർത്തിമാനായിരിക്കുന്ന ശ്രീഹരിയുടെ കഥാവൃത്താന്തം കൊണ്ട് നീതഃ കഴിയുന്നുവോ, ആ ഭഗവത് കഥകളെ കേട്ടുകൊണ്ട് കഴിയുന്നുവോ, അവന്റെ ആയുഹു ഹരതി, ആയുസ് വൃത്തേ, ആ ആയുസ് ആ ഭഗവാങ്കൽ ഉദിക്കുകയും ഭഗവാനിൽ ചെന്നെത്തുകയും അത് അവസാനിക്കുന്ന സമയത്ത് ആ ഭഗവാൻ തന്നെ അതിനെ ഹരതി, അപഹരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ആയുർഹരതി വൈ പുംസാം, ആ പുരുഷന്മാരുടെ ആയുസ്സിനെ ഹരിക്കുന്നു. ഉദ്യന്ന അസ്തം ചെയ്യന്നസൗ. അപ്പോൾ ആ ശ്രീഹരിയുടെ കഥാമൃതം കൊണ്ട് അല്പകാലം കഴിഞ്ഞിട്ടുള്ള സകല ഭക്തന്മാരും അവരുടെ ആയുസ്സിനെ അതേ ഭക്തി കൊണ്ട് തന്നെ, അവരുടെ ആ ഭക്തി കൊണ്ട് ഒന്ന് തന്നെ അവരുടെ ആയുസ്സിനെ ആ ഭഗവാൻ അപഹരിച്ചു കൊണ്ടുപോവുകയും ചെയ്യണു. പലത്തെ പദങ്ങൾ നോക്കാം. യത് ക്ഷണഃ, യാതൊരുവനാൽ അല്പസമയമെങ്കിലും, ഉത്തമ ശ്ലോക വാർത്തയാ, ഉത്തമകീർത്തിമാനായിട്ടുള്ള ശ്രീഹരിയുടെ കഥാവൃത്താന്തം കൊണ്ട് നീതഃ കഴിക്കപ്പെട്ടുവോ, തസ്യ അവന്റെ ആയുഹു ഋതേ ആയുസ് ഒഴികെ, അന്യേഷാം പുംസാം അവരുടെ ആയുസ് മാത്രമേ ആ ഭഗവാൻ ഹരിക്കുള്ളൂ, അല്ലാത്തവരുടെ ആയുസ്, അന്യേഷാം പുംസാം ആയുംഷി മറ്റുള്ളവരുടെ ആയുസ് ഉദിക്കുകയും അസ്തമിക്കുകയും ഗമിക്കുകയും ചെയ്യുന്നു. അവരുടെ ആയുസ് വെറുതെ ഉദിക്കുകയും ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അസൗ എന്നാൽ നേരെ മറിച്ച് ഇവൻ, ഈ പ്രകാരം ആ ഭഗവാനെ സേവിക്കുന്നവൻ, ആദിത്യൻ ഹരതി അവനെ ആ പ്രകാശം, ഭഗവാന്റെ ആ തേജസ് അവനെ അപഹരിച്ചു കൊണ്ടുപോകുന്നു. വൈക്കിം അത് നിശ്ചയമാണ് എന്നാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം. യത് ക്ഷണഃ യാതൊരുവനാൽ അല്പം സമയമെങ്കിലും, ഉത്തമ ശ്ലോക വാർത്തയാ ആ ഉത്തമ കീർത്തിമാനായിട്ടുള്ള ശ്രീഹരിയുടെ ആ കഥാവൃത്താന്തം കൊണ്ട് നീതഃ കഴിക്കപ്പെട്ടുവോ, തസ്യ അവന്റെ ആയുഹു ഋതേ ആയുസൊഴികെ, അന്യേഷാം പുംസാം അന്യന്മാരുടെ ആയുംഷി മറ്റുള്ളവരുടെ ആയുസ് ഉദ്യൻ ഉദിക്കുകയും അസ്തമയഞ്ച അസ്തമിക്കുകയും ചെയ്യുന്ന അസൗ എന്നാൽ ഇവൻ ആദിത്യൻ ഹരതി ആദിത്യനാൽ അപഹരിക്കുന്നു. വൈ നിശ്ചയം ഇത് നിശ്ചയമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതിലത്തെ അന്വയം യത് ക്ഷണഃ ഉത്തമ ശ്ലോക വാർത്തയാ നീതഃ തസ്യ ആയുഹു ഋതേ അന്യേഷാം പുംസാം ആയുംഷി ഉദ്യൻ അസ്തം യൻ ച അസൗ ഹരതി വൈ. എന്നും കൂടി പറയാം. യത് ക്ഷണഃ ഉത്തമ ശ്ലോക വാർത്തയാ നീതഃ തസ്യ ആയുഹു ഋതേ അന്യേഷാം പുംസാം ആയുംഷി ഉദ്യൻ അസ്തം യൻ ച അസൗ
ഹരതി വൈ. അപ്പോൾ അതിൽ തന്വയാർത്ഥം യാതൊരുവനാൽ അല്പസമയമെങ്കിലും ആ ഉത്തമകീർത്തിമാനായിരിക്കുന്ന ശ്രീഹരിയുടെ കഥാവൃത്താന്തം കൊണ്ട് കഴിക്കപ്പെടുന്നുവോ അവൻ്റെ ആയുസ്സൊഴികെ മറ്റുള്ളവരുടെ ആയുസ് ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. ഇവൻ ആദിത്യൻ ഹരതി, ഇവരുടെ ആയുസ്സിനെ ആ തേജസ് ഭഗവാൻ ആദിത്യന്റെ തേജസ് അപഹരിക്കുന്നു. ഇത് നിശ്ചയമാണെന്ന് പറയുന്നു. അപ്പൊ സൂതൻ ഇത്രയും ശുഗപരീക്ഷിത് സംവാദം ഉദ്ധരിച്ചപ്പോൾ ശൗനക ഋഷി ചോദിക്കുകയാണ്, അല്ലയോ സൂത, ഭരതവംശശ്രേഷ്ഠനായിരിക്കുന്ന പരീക്ഷിത് രാജാവ് ഈ പറഞ്ഞതെല്ലാം കേട്ട് മനസ്സിലാക്കിയ ശേഷം മഹാവിദ്വാനായിരിക്കുന്ന വ്യാസപുത്രനോട് പിന്നീട് എന്തു ചോദിച്ചു? അല്ലയോ വിദ്വാനായ സൂത, അവശേഷിച്ച കാര്യങ്ങളും ഭവാൻ ഞങ്ങൾക്ക് ആഖ്യാനം ചെയ്തു തരേണ്ടിയിരിക്കുന്നു. അങ്ങനെയായാൽ ഈ സത്സദസ്സിൽ ഭഗവത് കഥകൾ ധാരാളം പ്രവചിക്കുവാനുള്ള ഒരു സന്ദർഭം ലഭ്യമാകും. അങ്ങനെ മഹാഭാഗവതനും മഹാരഥനും പാണ്ഡവവംശജനുമായിട്ടുള്ള പരീക്ഷിത്ത് ബാല്യകാല ക്രീഡകളിൽ ഭഗവാന്റെ ശ്രീകൃഷ്ണന്റെ ബാലലീലകളെ അനുകരിച്ചതായിട്ട് അറിയാം. അങ്ങനെ ഭഗവാൻ വാസുദേവങ്കിൽ സർവ്വവിധ കരണങ്ങളും അർപ്പിച്ചവനായിരിക്കുന്ന ഭഗവാൻ ശ്രീശുകൻ സജ്ജനങ്ങൾ സമ്മേളിച്ച സദസ്സിൽ ഭഗവാന്റെ ദിവ്യലീലകൾ അടങ്ങുന്ന കഥകള് ആഖ്യാനം ചെയ്യുവാൻ താല്പര്യമുള്ളവനും ആണ്. ഇക്കാരണങ്ങളാൽ ശുഗപരീക്ഷിത് സംവാദം മുഴുവനും ഭഗവത് കഥകളുടെ വിവരണമായിരിക്കും. ഭഗവത് കഥകൾ ശ്രവിച്ച് ചിലവാകുന്ന കാലം ഒഴിച്ചുള്ള ആയുർഭാഗം മനുഷ്യന് വ്യർത്ഥമാണെന്നർത്ഥം. എങ്ങനെയെങ്കിലും ജീവിച്ച് ആയുഷ്കാലം അവസാനിപ്പിക്കുക എന്നതല്ല ജീവിത ലക്ഷ്യമെന്ന് കാണിപ്പാൻ ശൗനകൻ ഇനി അടുത്ത ചില ദൃഷ്ടാന്തങ്ങൾ അതിനവലംബിച്ചിട്ട് അടുത്ത ശ്ലോകങ്ങളിൽ പറയണം. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ ആ ലീലാപ്രസംഗങ്ങളോടെ ആരുടെ ഓരോ ക്ഷണവും നയിക്കപ്പെടുന്നുവോ ആ പുണ്യാത്മാവിന്റെ ആയുസ്സൊഴിച്ച് മറ്റുള്ളവരുടെ ആയുസ് കേവലമായിട്ടുള്ള ഉദയാസ്തമനങ്ങളിൽ മാത്രം ഒതുങ്ങി വ്യർത്ഥമായിട്ട് കഴിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സജ്ജനങ്ങളുടെ ആ സദസ്സിലെ ആ തുച്ഛങ്ങളായിട്ടുള്ള ആ കഥകൾ സംഭവിക്കില്ല. അതുകൊണ്ട് അവരുടെ സംഭാഷണം കേൾക്കണം എന്നാഗ്രഹിച്ച് അതിനാൽ ഹരിയുടെ കഥ ഞങ്ങളോട് നീ പറയാൻ അർഹനാകുന്നു. അങ്ങനെ മഹാപരാക്രമശാലിയും പാണ്ഡവകുലത്തിൽ ജനിച്ചവനുമായുള്ള പരീക്ഷിത്ത് മഹാരാജാവ് ഭഗവത് ഭക്തനാണെന്ന സംഗതി സുപ്രസിദ്ധാണ്. അദ്ദേഹം കുട്ടിക്കാലത്തായിരിക്കുമ്പോൾ തന്നെ കളിക്കോപ്പുകൾ കൊണ്ട് ആ ശ്രീകൃഷ്ണ പൂജകൾ മുതലായിട്ടുള്ള കളികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ചെയ്തുകൊണ്ടിരുന്നു. എല്ലാവർക്കും അത് അറിയാവുന്ന സംഗതിയാണ്. അങ്ങനെ ജ്ഞാനാദികളായിട്ടുള്ള ഗുണങ്ങൾ തികഞ്ഞിരിക്കുന്ന വ്യാസപുത്രനായിട്ടുള്ള ശുകമുനിയും ശ്രീവാസുദേവനിൽ പരമഭക്തി ഉള്ളവനാണ്, പരമപ്രേമമുള്ളവനാകുന്നു. ഇങ്ങനെയുള്ള സജ്ജനങ്ങളുടെ സമ്മേളനാവസരത്തിൽ ബഹുവിധമായിട്ട് കീർത്തിപ്പാൻ യോഗ്യനായിട്ടുള്ള ആ ശ്രീവാസുദേവന്റെ വാത്സല്യാദി ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്ന മഹതികളായിട്ടുള്ള കഥകൾ പ്രസ്താവിച്ചിരിക്കും എന്നുള്ളത് നിശ്ചയമാണ്. വൃഥാ ക്ഷയിച്ചു പോകുന്ന ഞങ്ങളുടെ ആയുഷ്കാലം സൽക്കഥകൾ കൊണ്ട് സഫലമാക്കണമെന്ന് ഇത് മുതൽ അങ്ങനെ അവരെ പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും ഭാഗങ്ങൾ അതിൽ അവസാനം പറഞ്ഞതിൻ്റെ വ്യാഖ്യാനം കൂടി നമുക്ക് നോക്കാം. കിംച അസൗ സൂര്യോസ്തമുദയം ച ഗച്ഛൻ. അതുകൊണ്ട് സൂര്യാസ്തമനം ഗച്ഛൻ പ്രാണിനാമായുർവൃഥാഹരതി. ഉദിക്കുന്നത് തൊട്ട് അസ്തമിക്കുന്നത് വരെ ആ പ്രാണികൾ വെറുതെ പ്രാണികളുടെ ആയുസ്സിനെ ഹരിച്ചു പോകുന്നു. അപ്പൊ ഹരികഥായ യഹ ക്ഷണോ നീതംസ്തം വിന. ആ ഹരികഥകളെ കൊണ്ട് കുറച്ചെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് വ്യർത്ഥമാക്കപ്പെടുകയില്ല. അപ്പോൾ നമ്മൾ കേൾക്കേണ്ടതായിരിക്കുന്നത് ആ ഹരി ലീലാകഥാമൃതം ആണെന്ന് ഇവിടെ വിസ്തരിച്ച് പറഞ്ഞു തരുന്നു. ശുഗശ്ച വാസുദേവപരായണോ ജാതഃ കിംച അസൗ സൂര്യോസ്തമുദയം ഗച്ഛൻ പ്രാണിനാമായുർവൃഥാഹരതി ഹരികഥയാ യ ക്ഷണോ നീതസ്തം വിന. അതില്ലാതെ കണ്ട് ജീവിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത്രയും ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അടുത്ത ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ
നോക്കാം. ഹരേ കൃഷ്ണ.